ഓരോ വർഷം അതിൻ്റെ തലങ്ങളുടെ അല്ലെങ്കിൽ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ കൂടിക്കൂടി വരികയാണെന്ന് തോന്നുന്നു. പക്ഷേ ബേസിക്കലി യോഗയുടെ ഏത് യോഗയായാലും അതിൻ്റെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്. നമുക്ക് വിവേക ബുദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് യോഗ. അതെ അതെ, അതിന് വിവേകം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ അർത്ഥമല്ല. 8 സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ അതികഠിനമായ സ്റ്റെപ്പുകളാണ്. ആ ഓരോ സ്റ്റെപ്പുകളിലൂടെ കടന്നിട്ടാണ് നമുക്ക് യോഗാസനാസത്തിൽ എത്താൻ പറ്റുന്നത്. യമം, നിയമം, യോഗാസനം. അപ്പോൾ യമം നിയമം കഴിഞ്ഞിട്ടാണ് യോഗാസനം. ഈ യമം നിയമം എന്നൊക്കെ പറയുന്നത് നമ്മൾ സ്ഥിരം സുഖം ആസനം, നമുക്ക് അതാണ് ആസനത്തിന്റെ ഡെഫിനിഷൻ പറയുന്നത്. നമുക്ക് സ്ഥിരം സുഖം ആസനം, സ്ഥിരമായിട്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും കൂടാതെ ലോങ് ടൈം. പുതിയ തലമുറ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നതാണ് ശാരീരിക മാനസിക വെല്ലുവിളികൾ. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് യോഗ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആയുർവേദ ഡോക്ടറും തെറാപ്യൂട്ടിക് യോഗ ട്രെയിനറുമായിട്ടുള്ള ഡോക്ടർ രജിത കെ അജേഷാണ്. നമസ്കാരം മാഡം. നമസ്കാരം മാഡം, ഈ യോഗ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് യോഗ. ഇപ്പം രാവിലെ ആണെങ്കിലും വേണ്ടിയിട്ട് പലപ്പോഴും ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട് യോഗയിൽ തന്നെ. ഇപ്പം സിറ്റ് ആൻഡ് മെഡിറ്റേറ്റ് ആണ് യോഗ എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയാണ് ഇപ്പം എൻ്റെ മനസ്സിലൊക്കെ ഏറ്റവും കൂടുതൽ അങ്ങനെയാണ് യോഗ എന്ന് പറയുന്നത്. അപ്പം എന്താണ് യഥാർത്ഥത്തിൽ യോഗ? യോഗ എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞ പോലെ ഇന്ന് വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും ഒരുപോലെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ് യോഗ. അത് ഇന്ത്യ എന്നുള്ള ഒരു കൺട്രിയിൽ മാത്രമല്ല, വേൾഡ് വൈഡ് മുഴുവൻ യോഗ എന്നുള്ള വേർഡ് പ്രസിദ്ധമാണ്. അവിടെയാണ് അതിൻ്റെ പ്രസക്തി. ഒരു വേർഡ് ഒരു ലോകം മുഴുവൻ പ്രസിദ്ധമാകണമെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെ, എനിക്കൊന്ന് അടുത്ത കാലത്തായിട്ടാണ് ഏറ്റവും കൂടുതൽ യോഗകളെ എല്ലാവരിലോട്ടും എത്തിത്തുടങ്ങിയത്. അതെ അതെ. അപ്പോൾ നമുക്ക് യോഗ ഡേ ഒക്കെ വരുമ്പോഴത്തേക്കും ഇന്ത്യ മൊത്തത്തിൽ അത് ആഘോഷിക്കപ്പെടുന്നുണ്ട് ഇന്നത്തെ കാലത്ത്. അതെ അതെ, ഇന്ന് നമുക്കറിയാം യോഗ ഡേ. അത് ഇൻ്റർനാഷണൽ യോഗ ഡേ ആണ്. അത് ഇന്ത്യയിൽ മാത്രം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒന്നല്ല. വളരെ ചുരുക്കം കുറച്ച് രാജ്യങ്ങളെ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നുള്ളൂ. ബാക്കി ഉള്ള എല്ലാ രാജ്യങ്ങളിലും ഒരു ഡേ അതിനായിട്ട് സെലിബ്രേറ്റ് ചെയ്യാണ്. പല രീതിയിൽ പല ഓരോ രാജ്യത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളിലൂടെ അത് സെലിബ്രേറ്റ് ചെയ്യാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ ഇത് ഇത്രയും പ്രസിദ്ധമായി തുടങ്ങിയിട്ട് അധിക വർഷങ്ങളായിട്ടില്ല. എങ്കിലും പക്ഷേ യോഗയ്ക്ക് മിനിമം ഒരു 5000 ഇയേഴ്സ് അതിന് ഹിസ്റ്ററി ഉണ്ട്. പക്ഷെ 5000 ഇയേഴ്സ് മിനിമം അതിന് പഴക്കമുണ്ട്. പക്ഷെ നമുക്കറിയാം ഒരു കയ്യിൽ എണ്ണാവുന്ന വർഷങ്ങളായിട്ടേ ഉള്ളൂ ഇത്രയൊരു ഫേമസ് ആയി തീർന്നത്. എനിക്കൊന്ന് യോഗ ഒരുപാട് തലമുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം പതഞ്ജലി യോഗ, അങ്ങനെ പല യോഗകളുണ്ട്. ഇതെല്ലാം ഒന്ന് തന്നെയാണോ? ആക്ച്വലി യോഗയ്ക്ക് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഓരോ വർഷം അതിൻ്റെ തലങ്ങളുടെ അല്ലെങ്കിൽ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ കൂടിക്കൂടി വരികയാണെന്ന് തോന്നുന്നു. പക്ഷേ ബേസിക്കലി യോഗയുടെ ഏത് യോഗയായാലും അതിൻ്റെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്. അതായത് പതഞ്ജലി യോഗ സൂത്രം എന്ന് പറഞ്ഞിട്ട് യോഗയ്ക്ക് ഒരു ആധികാരിക ഗ്രന്ഥമുണ്ട്. നമുക്കറിയാം ഏതൊരു ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു മേഖല ആയിക്കോട്ടെ അതിനൊരു ആധികാരികമായുള്ള ഒരു ഗ്രന്ഥം ഉണ്ടാവും. അത് നമുക്ക് പതഞ്ജലി യോഗ സൂത്രം എന്ന് പറഞ്ഞിട്ട് 196 സൂത്രങ്ങൾ, അതിൽ സംസ്കൃത ശ്ലോകങ്ങളിലൂടെയാണ് അതിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ 196 സൂത്രങ്ങൾ. അതായത് സൂത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൽ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. വളരെ സിമ്പിളായിട്ട് ഒരു സെൻറ്റൻസ് മുഴുവൻ അതിലുണ്ടാവില്ല. വളരെ ചെറിയ സൂത്രങ്ങൾ രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും ഓരോ സൂത്രങ്ങളും ഓരോ സാൻസ്ക്രിറ്റ് ശ്ലോകങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ, ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ പോലെയുള്ള ആചാര്യന്മാർ അതിന് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആചാര്യന്മാർ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് ആചാര്യന്മാർ അത് എക്സ്പ്ലനേഷൻ കൊടുത്താലും അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് നമുക്ക് വിവേക ബുദ്ധി കൈവരിക്കുക എന്നുള്ളതാണ്. യോഗയുടെ ഒരു കുറേ സ്റ്റെപ്പുകളിലൂടെ കടന്നു പോയിട്ട് ഫൈനൽ അതിൻ്റെ ലക്ഷ്യം നമുക്കൊരു വിവേക ബുദ്ധി വരിക എന്നുള്ളതാണ്. നമുക്ക് വിവേക ബുദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് യോഗ. അതെ അതെ, അതിന് വിവേകം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ അർത്ഥമല്ല, അത് വലിയൊരു അർത്ഥം അതിന് ബിഹൈൻഡ് ഉണ്ട്. അത് നമുക്ക് ആ ഒരു ഗ്രന്ഥം വായിച്ചാൽ തന്നെ മനസ്സിലാവുള്ളൂ. അത് എഴുതിയത് പതഞ്ജലി മഹർഷി എന്നുള്ള വളരെ, ഞാൻ പറഞ്ഞു, 5000 ഇയേഴ്സിന് അധികം പഴക്കമുള്ള ഒരു ആചാര്യനാണ്. അദ്ദേഹത്തെയാണ് ഫാദർ ഓഫ് യോഗ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് ആചരിക്കുന്നത് അല്ലെങ്കിൽ ബഹുമാനിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു സാധാരണപ്പെട്ട ഒരാൾ, ഈ യോഗയെ പറ്റിയൊന്നും നിലവിൽ ഇപ്പോഴും ഒരറിവും ഇല്ലാത്ത ഒരാൾ, അദ്ദേഹത്തിന് എങ്ങനെ യോഗയിലേക്ക് കടന്നു വരാം? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏതൊരു പുതിയ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ജിമ്മായിക്കോട്ടെ
അല്ലെങ്കിൽ ഒരു ഡയറ്റ് പ്ലാൻ ആയിക്കോട്ടെ, എന്ത് അല്ല ഇപ്പോൾ യോഗ ആയിക്കോട്ടെ, അതിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഒരു ബേസിക് ആയിട്ടുള്ള അതിനെക്കുറിച്ച് അറിവ് ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും. വെറുതെ ഒരു സുപ്രഭാതത്തിൽ ഓക്കെ ഞാൻ യോഗ ചെയ്യാണ്, എവിടെയെങ്കിലും പോയിട്ട് ചെയ്യുക, ആ ഒരു കൺസെപ്റ്റ് നമ്മൾ അല്ല, നമ്മുടെ ഇടയിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത് വെച്ചപ്പം ന്യൂ ഇയർ ഒക്കെ വരികയാണ്, പുതിയൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കണം. അപ്പോൾ ആദ്യമേ ചിന്തിക്കുന്നുണ്ടാ നാളെ തൊട്ട് ഞാൻ രാവിലെ എണീറ്റ് യോഗയും മെഡിറ്റേഷനും ഒക്കെ ആരംഭിക്കാൻ പോവുകയാണ്. അങ്ങനെ ആയിരിക്കും കൂടുതൽ ആളുകൾ ഇതിനകത്തോട്ട് കടന്നു വരുന്നത്. അല്ലെങ്കിൽ പെട്ടെന്നൊരു മോട്ടിവേഷൻ, നാളെ തൊട്ട് എൻ്റെ ജീവിതം ഞാൻ മാറ്റിയെടുക്കാൻ പോവാം, നാളെ തൊട്ട് ഞാൻ രാവിലെ എണീറ്റ് യോഗയൊക്കെ ചെയ്ത് എൻ്റെ ജീവിതം മൊത്തത്തിൽ മാറ്റിയെടുക്കാൻ പോവാം. അങ്ങനെ ആയിരിക്കും കൂടുതൽ ആളുകൾ യോഗയിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെയുള്ളവർക്കാണ് ഞാൻ ചോദിക്കുന്നത്, എന്തായിരിക്കണം അവർ ആദ്യമേ ചെയ്യേണ്ടത്? ആദ്യമേ ഈ യോഗയുടെ സ്റ്റെപ്പുകൾ, അതായത് യോഗയ്ക്ക് ഓരോ പൊസിഷനുകളുണ്ടല്ലോ, അപ്പൊ അത് പഠിക്കുകയാണോ വേണ്ടത്, അതോ എന്താണ് യോഗ എന്ന് തിരിച്ചറിയുകയാണ് വേണ്ടത്? ഇപ്പൊ പറഞ്ഞ പോലെ ഒരു റെസൊല്യൂഷൻ പോലെ ഒരു ദിവസം കൊണ്ട്, ഒരു മാസം കൊണ്ട്, ഒരു വർഷം കൊണ്ട് നമുക്ക് മാറ്റി, നമുക്ക് യോഗ കൊണ്ട് നമ്മൾ എന്തോ ഒരു കാര്യം വിചാരിച്ചിട്ടാണെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ അതിലേക്ക്, അത് മാറില്ല എന്നുള്ളത് ആദ്യം നമ്മൾ ബോധ്യം വേണം. അപ്പം നമ്മൾ ക്ഷമയോടുകൂടി വർഷങ്ങളോളം നമ്മൾ ഇത് നമ്മളുടെ ഒരു ഡെയിലി റൂട്ടീനിൽ നമ്മൾ ഉൾപ്പെടുത്തും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ഇതിനെ ഇറങ്ങിത്തിരിക്കണം, ഒന്നാമത്തെ കാര്യം. അപ്പോൾ അതിൽ നമ്മൾ അതാണ് നമ്മൾ പറയുന്നത്, ഇഷ്ടത്തോടു കൂടി, അത് എനിക്ക് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള താല്പര്യത്തോടു കൂടി ആദ്യം വരണം. അപ്പോൾ നമ്മൾ അതിൽ ഫസ്റ്റ് നമ്മളുടെ മെൻ്റൽ പ്രിപ്പറേഷൻ തന്നെയാണ് ഫസ്റ്റ് വേണ്ടത്. അതുകൊണ്ട് പെട്ടെന്ന് ഒരു റിസൾട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെ വരരുത്. പക്ഷേ സ്ലോലി നമുക്കതൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള, ശാശ്വതമായിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം, നമുക്ക് റിസൾട്ടിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ അതിന് നേരിട്ട് നമുക്ക് ഒരുപാട് ആസനാസ് നമുക്കറിയാം ഉണ്ട്, യോഗാസനാസ് ഉണ്ട്. നേരിട്ട് യോഗാസനാസിക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് എല്ലാ ജോയിൻസും ഒന്ന് ഫ്രീ ആവുന്ന, നമുക്കറിയാം യോഗ എന്ന് പറഞ്ഞാൽ ആക്ച്വലി യോഗാസനാസ് മാത്രമല്ല. ഇപ്പോൾ പറഞ്ഞ പോലെ സിറ്റിംഗ് ആൻഡ് മെഡിറ്റേറ്റ് എന്നുള്ളത് മാത്രമല്ല യോഗ എന്ന് പറഞ്ഞാൽ. ഇതിന് ആക്ച്വലി 8 സ്റ്റെപ്സ് ഉണ്ട്. നമ്മൾ 8 സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ അതികഠിനമായ സ്റ്റെപ്പുകളാണ്. ആ ഓരോ സ്റ്റെപ്പുകളിലൂടെ കടന്നിട്ടാണ് നമുക്ക് യോഗാസനാസത്തിൽ എത്താൻ പറ്റുന്നത്. യമം, നിയമം, യോഗാസനം. അപ്പോൾ യമം, നിയമം കഴിഞ്ഞിട്ടാണ് യോഗാസന. ഈ യമം, നിയമം എന്നൊക്കെ പറയുന്നത് നമ്മൾ സാമൂഹികമായിട്ട് ആചരിക്കേണ്ട ചില ചിട്ടകൾ, അതുപോലെ പേഴ്സണലായിട്ട് നമ്മൾ ആചരിക്കേണ്ട ചില ശുചിത്വ ശീലങ്ങൾ, അല്ലെങ്കിൽ അഹിംസ, അല്ലെങ്കിൽ സത്യം എന്നുള്ള കുറച്ചുള്ള ഡിസിപ്ലിൻസ് ഓഫ് നമ്മുടെ പേഴ്സണൽ ഡിസിപ്ലിൻസും, അതുപോലെ നമ്മളൊക്കെ സാമൂഹിക ജീവികളാണ് അല്ലേ. മനുഷ്യർ സാമൂഹിക ജീവ അല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. സോഷ്യലൈസ് അല്ലെങ്കിൽ അവർക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് അർത്ഥം അല്ലേ. ഒരു വ്യക്തി സോഷ്യലൈസ് ആയിട്ട് നമ്മൾ പെരുമാറിയില്ലെങ്കിൽ അതിന് ആൾക്ക് എന്തോ കുഴപ്പമുണ്ട്. അപ്പോൾ നമ്മൾ സോഷ്യലായിട്ട് ഒരു ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിൽ പാലിക്കേണ്ട ചില ചിട്ടകളുണ്ട്. ആ ചിട്ടകളിലൂടെയും കൂടി നമുക്ക് കടന്നു പോകാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ യോഗാസനാസിക്ക് കടക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് പതഞ്ജലി മഹർഷി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇന്ന് നമുക്ക് അതിനൊന്നും സമയമില്ല. എങ്കിലും എനിക്ക് തോന്നുന്നു നമ്മൾ യോഗാസനാസ്, നമ്മളുടെ ഈ ഓട്ടം അല്ലേ, ഭയങ്കര ഫാസ്റ്റ് ലൈഫിൽ നമ്മൾ യോഗാസനാസിക്ക് തന്നെയാണ് ആദ്യം പോവുക. എങ്കിലും എനിക്ക് തോന്നുന്നു നേരിട്ട് അതിലേക്ക് കടന്നാലും പതുക്കെ നമുക്ക് ബാക്കിലേക്ക് വരാൻ പറ്റും. അതായത് നിയമങ്ങളും കൂടി നമുക്ക് പതുക്കെ അത് സ്വായത്തമാക്കണം, അല്ലെങ്കിൽ ആ ഒരു റൂട്ട് കുറച്ചുകൂടി ഇതിന് നന്നായിരിക്കും എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ എത്താൻ സഹായിക്കും. ഈ നിയമങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാമൂഹ്യമായിട്ട് പാലിക്കേണ്ട നിയമങ്ങളാണോ? നിയമങ്ങളാണ്. അതായത് നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ നമ്മൾ വസ്ത്രധാരണം ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ശുദ്ധി എങ്ങനെ ഉണ്ടാവണം, അതാണ് മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള ശുദ്ധികൾ. അതുപോലെ നമ്മൾ മറ്റുള്ളവരുടെ വസ്തുക്കൾ നമ്മൾ അപഹരിക്കാൻ പാടില്ല. അതിപ്പോൾ നമുക്ക് വളരെ ചെറിയൊരു അർത്ഥത്തിലും പറയാം, വലിയ മീനിങ് ഉണ്ടല്ലേ, നമുക്കത് ചിന്തിച്ചറിയാം. അപ്പോൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരു വലിയ മേഖലയാണത്. അതെല്ലാം ചെറിയ സൂത്രങ്ങളിലൂടെ നമ്മളെ പതഞ്ജലി മഹർഷി പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് യോഗാസനാസിക്ക് വരുന്നത്. അത് നമുക്കറിയാം, സിറ്റിംഗ് ആയിട്ടുള്ള ആസനാസ് ഉണ്ട്, കിടന്നിട്ടുള്ളതുണ്ട്, നിന്നിട്ടുള്ളതുണ്ട്, പിന്നെ ശവാസനം പോലെയുള്ള മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള യോഗാസനാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ്, യോഗാസനാസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള ധ്യാനം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം എന്നുള്ള 8ാമത്തെ സ്റ്റെപ്പിലാണ് ധ്യാനം വരുന്നത്, അതായത് മെഡിറ്റേഷൻ. ഈ ചില ആളുകൾ പറയും ഈ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ എന്തോ രഹസ്യമുണ്ട്, അല്ലെങ്കിൽ പണ്ട് തൊട്ട് ഈ ഋഷിമാര്, മുനിമാര്, അങ്ങനെയുള്ള രഹസ്യ സ്വഭാവമുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്നതായിരുന്നു യോഗ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മെഡിറ്റേഷൻ. ഇതൊക്കെയെന്ന് പലരും പറഞ്ഞ പല തിയറികളും നമ്മുടെ കോൺസ്പിറൻസിൽ ഇങ്ങനെ പടർത്തുന്നുണ്ട്. ഇതൊക്കെ ഉള്ളതാണോ? അതായത് ഇതിനകത്ത് എന്തെങ്കിലും രഹസ്യമുണ്ടോ? അതായത് പെട്ടെന്ന് യോഗ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യോഗയിലെ ചില കാര്യങ്ങൾ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ? എൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരിക്കലും സാധ്യമല്ല.
പെട്ടെന്ന് എന്ന് പറയുന്നത് ചിന്തിക്കുകയേ വേണ്ട. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് എന്നുള്ള ഇത് വളരെ സത്യമാണ് യോഗയിൽ. സ്ഥിരം സുഖം ആസനം, നമുക്ക് അതാണ് ആസനത്തിന്റെ ഡെഫിനിഷൻ പറയുന്നത്. നമുക്ക് സ്ഥിരം സുഖം ആസനം, സ്ഥിരമായിട്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും കൂടാതെ ലോങ് ടൈം, കൂടുതൽ ഡ്യൂറേഷൻ നമുക്ക് ഇരിക്കാൻ കഴിയുന്നത് ഏത് ആസനമാണോ അതാണ് ആ വ്യക്തിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള യോഗാസനം എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ചിലവർക്ക് നമുക്ക് വൃക്ഷാസനം, അതായത് വൃക്ഷാസനം എന്ന് പറഞ്ഞാൽ ഒരു കാലിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ബാലൻസിങ് വളരെ പ്രാധാന്യമുള്ള യോഗാസനമാണ്. അത് ചിലവർക്ക് വളരെ ഈസി ആയിട്ട് കുറേ ലോങ് ടൈം ഡ്യൂറേഷൻ നമുക്കത് ചെയ്യാൻ പറ്റും. അത് ചെയ്യുമ്പോൾ അവരുടെ മാനസികമായിട്ടുള്ള ആരോഗ്യം, അവരുടെ വിൽ പവർ കൂടുന്നതായിട്ട് കാണാം. ആ വിൽ പവർ, നമുക്ക് വിൽ പവർ അല്ലെങ്കിൽ നമ്മളെ മെൻ്റൽ സ്റ്റെബിലിറ്റി സ്ട്രോങ് ആവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ ആവും. നമ്മുടെ എല്ലാത്തിൻ്റെയും ബിഹൈൻഡ് മനസ്സാണ് അവിടെ വർക്ക് ചെയ്യണത്. ആ മനസ്സ് ഓക്കെയാണ്, ഡബിൾ എനർജി ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പോൾ അവിടെ അതുകൊണ്ടാണ് സ്ഥിരം സുഖമാസനം എന്ന് ആചാര്യം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വേറെ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ വജ്രാസനമായിരിക്കാം, ഇരുന്നുകൊണ്ട് ചെയ്യുന്ന ഒരു പോസ്റ്റർ ആയിരിക്കാം. അപ്പോൾ അതിൽ നമുക്ക് ലോങ് ഇരിക്കാൻ കഴിയുകയാണെങ്കിൽ അതാണ് ആ വ്യക്തിയുടെ ഏറ്റവും ബെസ്റ്റ് ആസനം. അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് ഇന്നതാണ് ബെസ്റ്റ്, അങ്ങനെ ചില ആചാര്യന്മാർ പറയുന്നുണ്ട് ഇന്നതാണ് ബെസ്റ്റ് ആസന. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഓരോ വ്യക്തിക്കും അവരുടെ ബോഡി ഒരു അലൈൻമെൻറ്റിനനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ ജീവിതശൈലി അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ വർക്കിംഗ് സ്റ്റൈൽ അനുസരിച്ച് ഒരു ബോഡി, അല്ലെങ്കിൽ സ്ത്രീ പുരുഷൻ തന്നെ വ്യത്യാസമുണ്ട് ഫ്ലെക്സിബിലിറ്റിയിൽ. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് വ്യത്യാസമുണ്ട് അതിൽ ഏറ്റവും നല്ല ആസനം ഏതാണെന്ന് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതാണ് കുറച്ചും കൂടി എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ പ്രാക്ടിക്കലായിട്ട് പറയുമ്പോൾ പെട്ടെന്നൊരു മാറ്റം ഒരിക്കലും വരില്ല, ഇയേഴ്സ് എന്തായാലും എടുക്കും. കണ്ടിന്യൂസ്ലി നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് മാത്രമേ മാറ്റങ്ങൾ. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തതിനനുസരിച്ച് നമ്മൾ ഓരോ ജോയിൻറ്റും ഫ്രീ ആവും, നമുക്ക് ഫീൽ ആവും. നമ്മളൊരു 10 ദിവസം ഒരേ ആസനം നമ്മളിങ്ങനെ ആദ്യം നമുക്ക് ഭയങ്കര പെയിൻഫുള്ളായിരിക്കാം, ഭയങ്കര റിജിഡായിരിക്കാം. ആ പെയിൻ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും നിൽക്കും, അവിടെ നിൽക്കും. അപ്പോൾ നമുക്ക് തോന്നും എന്താ ഇപ്പോൾ ഇത്, നമ്മളെല്ലാ ബുദ്ധിമുട്ടുകളും മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് വന്നത്, ഈ വേദനകൾ കൂടുകയാണല്ലോ ചെയ്തത്. അപ്പോൾ ചിലവരത് ഡ്രോപ്പ് ചെയ്തിട്ട് പോകും. അങ്ങനെയല്ല, അത് നമ്മൾ ചെയ്യാത്തൊരു മൂവ്മെൻറ്റ് ചെയ്യുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടാണ്. പതുക്കെ നമ്മൾ അതിന് ചുറ്റുമുള്ള ഏത് മൂവ്മെൻ്റ് ആണോ ചെയ്യുന്നത് അവിടെ കുറേ മസിൽസിൻ്റെ ആക്ഷൻ വരുന്നുണ്ട്, ജോയിൻറ്റിൻ്റെ ആക്ഷൻ വരുന്നുണ്ട്. ആ മസിൽസൊക്കെ സ്ട്രോങ് ആവുന്നതിനനുസരിച്ച് നമുക്ക് ആ മൂവ്മെൻറ്റ് വളരെ ഈസി ആവും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ആസനാസും കൂടി ചെയ്യാൻ കഴിയും. നമ്മൾ ഈ ആസനാസിലേക്ക് പോകുന്നതിന് മുമ്പിട്ട് നമ്മൾ ആദ്യം മെഡിറ്റേഷൻ ആണോ ചെയ്യേണ്ടത്, അതോ ആസനാസ് കഴിഞ്ഞതിന് ശേഷമാണോ മെഡിറ്റേഷൻ ചെയ്യേണ്ടത്? അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. അത് പല രീതികളും ഇന്ന് ഫോളോ ചെയ്യുന്നുണ്ട്. പല ആളുകൾ പല രീതിയിൽ അത് ചെയ്തു വരുന്നുണ്ടെങ്കിലും എൻ്റെ ഒരു പ്രാക്ടിക്കൽ, ഞാൻ ഡെയിലി ഇതെല്ലാം ഫോളോ ചെയ്യുന്ന ആളാണ്. എൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് അനുസരിച്ച് യോഗാസനാസ് കഴിഞ്ഞ് നമ്മളുടെ ബ്രീത്തിങ് എക്സസൈസ്, പ്രാണായാംസ് കഴിഞ്ഞ് ലാസ്റ്റ് മെഡിറ്റേഷനിലേക്ക് പോവുകയായിരിക്കും നല്ലത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ റിലാക്സ് ആവുമോ? കുറച്ചും കൂടി റിലാക്സ്ഡ് ആയി നമ്മൾ ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് വന്നു. ഇപ്പോൾ ഒരു നമ്മൾ രാവിലെ എഴുന്നേറ്റു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി തിരക്കിൻ്റെ ഇടയിൽ ഓക്കെ ഇപ്പോൾ പോയി 1 മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യാം, പക്ഷെ നമ്മുടെ ശരീരമോ മനസ്സോ അതിന് പ്രിപ്പയർഡ് അല്ല. പക്ഷെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്ത് അതിൻ്റെ എഫക്റ്റ് കിട്ടണം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. നമ്മളെ ബോഡിയോ മനസ്സോ അതിന് പ്രിപ്പയർഡ് അല്ല. അപ്പോൾ പതുക്കെ നമ്മളൊരു കുറച്ചെങ്കിലും സമയമില്ലാത്ത ഒരു 15 മിനിറ്റ്സ് എങ്കിലും ബാക്കിയുള്ള യോഗാസനാസും ബ്രീത്തിങ് എക്സസൈസും ഒക്കെ ചെയ്തിട്ട് മെഡിറ്റേഷനിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് എനിക്ക് കണ്ടുവരുന്നുണ്ട്. ഇത് ഒരു പണിയും ചെയ്യാതെ വെറുതെ സിറ്റിംഗ് ജോബ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. ആൾക്ക് മെഡിറ്റേഷൻ ചെയ്യണം, സ്ട്രെസ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈ സിറ്റിംഗ് ജോബ് ചെയ്യണം, വീണ്ടും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്, അതിൽ മൂവ്മെൻറ്റ്സ് ഒന്നുമില്ല, സിംപ്ലി സിറ്റിംഗ് ആൻഡ്. അപ്പോൾ പൊതുവേ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, നമുക്ക് പറ്റില്ല അത്. ചിലപ്പോൾ പറ്റുമായിരിക്കും, പക്ഷെ അത് കംപ്ലീറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ കംപ്ലീറ്റ് റിസൾട്ട് എന്തായാലും കിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പം മേഡം പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഫാസ്റ്റ് ലൈഫാണ്, എല്ലാവർക്കും ജോലി തിരക്കുകളും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം ഇവർക്ക് ഈ യോഗ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന സമയം എന്നുണ്ടോ? അതായത് രാവിലെ അല്ലെങ്കിൽ രാത്രിയിൽ അങ്ങനെ എന്തെങ്കിലും സമയനിഷ്ഠയുണ്ടോ? ആക്ച്വലി എംപ്റ്റി സ്റ്റൊമക്കിൽ ഏർലി മോർണിംഗിൽ ചെയ്യുന്നതാണ് ഏറ്റവും പെർഫെക്റ്റ്. അത് ഏത് എക്സസൈസ് ആയാലും അറിയാലോ, അതാണ് ഏറ്റവും പെർഫെക്റ്റ്. പക്ഷേ നമ്മളുടെ ഈ ഓട്ടത്തിനിടയിൽ നമുക്ക് അതിനെ ഒന്ന് മറിക്കാൻ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സമയത്തിനനുസരിച്ച് അറ്റ്ലീസ്റ്റ് നമ്മൾ അതിനെങ്കിലും സമയം കണ്ടെത്താൻ കഴിയുന്നത് തന്നെ വലിയ കാര്യം. അപ്പോൾ ഈവനിങ്ങിലോ ഈവൻ ഉച്ചയ്ക്ക് വരെ ചെയ്യുന്നവരുണ്ട്, അത് അവരുടെ സമയം. എങ്കിലും ചിലർ പറയും ഇപ്പോൾ ആഹാരം കഴിച്ചതിന് ശേഷം യോഗ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ
കുളിച്ചതിന് ശേഷം യോഗ ചെയ്യാൻ പാടില്ല, അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ആൾക്കാർ ഇതിന് പലരും കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്ക് തോന്നുന്നു ആഹാരം കഴിച്ച ഉടനെ ചെയ്യുന്നത് എന്തായാലും നല്ലതല്ല. മിനിമം ഒരു 1.5 മണിക്കൂർ ഗ്യാപ്പ് അതിൽ കൊടുക്കുന്നതായിരിക്കും. ഒന്നുകിൽ എംപ്റ്റി സ്റ്റൊമക്കിൽ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ഭക്ഷണം കഴിക്കേണ്ടി വന്നാൽ ഒരു 1.5 മണിക്കൂറിന് ശേഷം നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഫോർവേഡ് ബെൻഡിങ് ഒരുപാട് വരും. അപ്പോൾ നമ്മുടെ അബ്ഡോമൻ, നമ്മളുടെ സ്റ്റൊമക്കൊന്നും അത്ര കംപ്ലീറ്റ് ഡൈജഷൻ നടന്നില്ലെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എന്തായാലും വരും. അപ്പോൾ ഭക്ഷണം കഴിച്ച ഉടനെ ഒട്ടും നല്ലതല്ല. കുറച്ച് സമയം അതിന് ഗ്യാപ്പ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷെ കുളിക്കുന്നത് എനിക്കത്ര ഇതായിട്ട് തോന്നുന്നില്ല. എന്തായാലും നമ്മൾ യോഗാസനാസൊക്കെ കഴിയുമ്പോൾ ഒന്ന് വേർക്കും, സ്വെറ്റിങ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിനുശേഷം ചെയ്യാം. പക്ഷെ ചിലവർക്ക് അതൊരു എന്താ പറയുക, പരിപാവനമായ കർമ്മമാണ് യോഗ, അതുകൊണ്ട് കുളിച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്, അങ്ങനെ മനസ്സിൻ്റെ തൃപ്തിയാണ് എല്ലാത്തിനും അല്ലേ. ചിലവർക്ക് അതാണ് മനസ്സിന് തൃപ്തി എന്ന് വെച്ചാൽ തീർച്ചയായും ഓഫ് കോഴ്സ് തീർച്ചയായും അങ്ങനെ തന്നെ ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ മനസ്സിൻ്റെ തൃപ്തിയാണ്. ചിലവർക്ക് ഇത് കഴിഞ്ഞ് സ്വെറ്റിങ് വന്നു, അത് കഴിഞ്ഞിട്ട് കുളിക്കണം നിർബന്ധമാണ്, അതാണ് അവിടെ മനസ്സിൻ്റെ തൃപ്തി. ഓക്കെ, അവരുടെ മനസ്സ് ഓക്കെ ആയി, ബാക്കിയെല്ലാം ഓക്കെ, അപ്പോൾ അത് ഓക്കെ. അല്ലെ, ഈ യോഗ ചെയ്യുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കണമല്ലോ, അപ്പോൾ അതിനെന്തെങ്കിലും വശങ്ങളുണ്ടോ? വെള്ളം പ്രത്യേകിച്ച് നമ്മളിപ്പോൾ സമ്മറാണ് അല്ലേ. അപ്പോൾ സമ്മറിൽ നമുക്ക് ബാക്കിയുള്ള പല കാരണങ്ങൾ കൊണ്ട് ഡീഹൈഡ്രേഷൻ വരാം. ഓരോ വ്യക്തിയുടെ ജോബ് അനുസരിച്ച് അല്ലെങ്കിൽ അവർ നിൽക്കുന്ന സ്ഥലത്തിനനുസരിച്ച്. അപ്പോൾ നമുക്ക് ചിലവർ ചോദിക്കുക, അതിൻ്റെ ഇടയിൽ ഒരു സിപ്പ് വെള്ളം കുടിച്ചോട്ടെ. ഓക്കെ, അതിന് ക്ലാസ്സിൻ്റെ ഇടയിൽ ഒരു സിപ്പ് വെള്ളം കുടിക്കുന്നതുകൊണ്ട് ഒരു വിരോധവും ഇല്ല. അത് ക്ലൈമറ്റിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മളെ ബോഡി പെട്ടെന്ന് ടയേർഡായി വെള്ളം കുടിക്കാൻ കുഴപ്പമൊന്നുമില്ല. നല്ലത് നമുക്കൊരു സുഖം, വയറ് വെള്ളമൊക്കെ നിറഞ്ഞു നിന്നാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാവും. അത്യാവശ്യമാണെങ്കിൽ മാത്രം അതിൻ്റെ ഇൻ ബിറ്റ്വീൻ നമുക്ക് വെള്ളം എടുക്കാം.